നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൂപ്പർ. നമ്മുടെ വീട്ടിലൊരു പൂജാരി മോനുള്ള കാര്യമേ ഇന്നാ മനസ്സിലായ. സന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. ഓഹോ, അല്ല, അമ്മ വലിയ കൃഷ്ണഭക്തിയാണെന്ന് ചേച്ചിമാര് പറഞ്ഞല്ലോ. മിസ്റ്റർ കൃഷ്ണനെ തേടി നടക്കായിരുന്നോ രാവിലെ മുതൽ? കൊച്ചു വാഗൊണ്ട് വലിയ വർത്താനം പറയല്ലേ. ഇത് കൊണ്ടുപോയി അകത്ത് വെക്ക്. കൊണ്ടുവയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അച്ഛനും സുഭദ്രാമ്മയും കൂടി മറ്റൊരു കൃഷ്ണനുമായിട്ട് എന്നെ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. പരസ്പരം കാണാതെ ഞങ്ങള് പിരിഞ്ഞു, അകന്നു. ഇന്നിപ്പോ കണ്ടാൽ അറിയാത്ത അവസ്ഥയായി. ഒന്ന് കാലുറച്ചു നിൽക്കാൻ, കുട്ടികളെ ഒരു കരയിലെത്തിക്കാൻ, ജീവിതം ഒന്ന് പിടിച്ചു നിർത്താൻ തളരാത്ത ഓട്ടമായിരുന്നു ഞാനിതുവരെ. ഇത്രയും വർഷമായി. ഇനി പറ, എവിടെയാ എന്റെ കൃഷ്ണൻ? അവനെ എന്നാ ഇനി ഞാനൊന്ന് കാണുന്നത്? എങ്ങനെ തിരയണം ഞാൻ? എവിടെ തിരയണം ഞാൻ? ഒന്നിനും ഒരു നിശ്ചയവും ഇല്ലല്ലോ. ഭഗവാനെ, സാക്ഷാൽ ഗോപാലകൃഷ്ണ, പ്രണയം എന്താണെന്ന് നന്നായി തിരിച്ചറിയുന്ന ദേവനല്ലേ നീ? എന്റെ കൃഷ്ണനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മടക്കിത്താ കൃഷ്ണ, ഭഗവാനെ. നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര അകലെ വസിച്ചാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒരുമിപ്പിക്കും. എനിക്കത് വിശ്വാസമാണ്. എനിക്കും. രാധേ, കാലം ഇത്രയായിട്ടും നീ തന്ന ഈ ശില്പത്തിന്റെ നിറത്തിനോ ഭംഗിക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതുപോലെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് നീയും. ഇനിയും എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അമ്പാടിയിലെ കൃഷ്ണന്റെ രാധ ജീവിതകാലം മുഴുവൻ കൃഷ്ണന് വേണ്ടി കാത്തിരുന്നവളാ. നീയും അതുപോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജീവിതത്തിന് മാത്രമല്ല, എന്റെ മരണത്തിന് പോലും നിന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് എന്നെ അകറ്റാനാവില്ല. നീ മാത്രമാണ് എന്റെ പ്രണയം, നീ മാത്രമാണ് എന്റെ ജീവിതം. എന്നും എപ്പോഴും നീ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.